ചില ദിവസങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, മറ്റു ചില ദിവസങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗവും. മലയാളികൾക്ക് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട അത്തരമൊരു ദിവസമാണ് അക്ഷയ തൃതീയ. സ്വർണം വാങ്ങാൻ ഇതിലും നല്ലൊരു മുഹൂർത്തമില്ല അവർക്ക്. കാരണം കുറയാത്തതേ അല്ലെങ്കിൽ ക്ഷയിക്കാത്തതേ എന്ന അർത്ഥം വരുന്ന അക്ഷയ തൃതീയ എന്ന വാക്കിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരിക്കലും അവസാനിക്കാത്ത സമ്പൽ സമൃദ്ധിയുടെ വാഗ്ദാനമാണ് എന്നവർ വിശ്വസിക്കുന്നു. സ്വർണ്ണവില ആകാശത്തോളവും ഉയർന്നു നിന്നപ്പോഴാണ് ഈ വർഷത്തെ അക്ഷയ തൃതീയ ഏപ്രിൽ 19 കടന്നുപോയത്. എന്നിട്ടും ജനം സ്വർണ്ണക്കടകളിലേക്കൊഴുകി. പോയ വർഷത്തെ അപേക്ഷിച്ച് ആ ഒഴുക്ക് ഒരല്പം കുറവായിരുന്നു എന്ന കാര്യം മറക്കുന്നില്ല. ഒരു വീട് പണിയുന്നതിനും മക്കളെ പഠിപ്പിക്കുന്നതിനുമൊപ്പം പ്രാധാന്യം മലയാളി സ്വർണത്തിനും കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മഞ്ഞ ലോകത്തിന് പിന്നാലെ മലയാളി ഭ്രാന്തമായി പായുന്നത്? നിങ്ങളുടെ പെൺമക്കളുടെ വിവാഹമാകുമ്പോഴായാലും അവർക്ക് വേണ്ടി ഒരു സമ്പാദ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴായാലും ആദ്യം നിങ്ങൾ ഓടുന്നത് സ്വർണ്ണക്കടകളിലേക്കാണ്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങൾ അണിഞ്ഞു നടക്കുന്നത് ശരിക്കും ഒരു സമ്പാദ്യമാണോ അതോ നിങ്ങളുടെ പണം ചോർത്തിക്കളയുന്ന ഒരു ബാധ്യതയാണോ? നമുക്ക് വിശ്വാസത്തെയും ഭക്തിയെയും ഒക്കെ മാറ്റി നിർത്തി വസ്തുതകളിൽ നിന്ന് തുടങ്ങാം. സ്വർണ്ണാഭരണങ്ങൾ പൊങ്ങച്ചം കാട്ടാൻ വേണ്ടി അണിഞ്ഞു നടക്കുന്ന വെറുമൊരു അലങ്കാര വസ്തു എന്നതിനപ്പുറം സുരക്ഷിതമായ ഒരു നിക്ഷേപം കൂടിയാണ്. കാരണങ്ങൾ പലതാണ്. ഒന്നാമത്തെ കാരണം പണപ്പെരുപ്പത്തിനെതിരെയുള്ള ഒരു കവചമാണിത് എന്നതാണ്. രൂപയുടെ മൂല്യമിടിയുമ്പോഴും ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾ ലോകത്തെ ഉലയ്ക്കുമ്പോഴും സ്വർണം ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ നിങ്ങളുടെ സമ്പാദ്യത്തെ സംരക്ഷിക്കാൻ ഇതിലും മികച്ച മറ്റൊരു നിക്ഷേപമില്ല. രണ്ടാമത്തെ കാരണം ലിക്വിഡിറ്റിയാണ്. അത്യാവശ്യ സമയത്ത് അത് വളരെ എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ കഴിയും. ഏത് സമയത്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് പണത്തിന് ആവശ്യം വന്നാൽ സ്വർണം നൽകുന്ന സുരക്ഷിതത്വം മറ്റൊരു ഡിജിറ്റൽ അസറ്റിനും നൽകാൻ കഴിയില്ല. ഇപ്പോഴത്തെ ആഗോള സാഹചര്യം വെച്ച് നോക്കിയാൽ വരും മാസങ്ങളിൽ സ്വർണത്തിൻ്റെ വില ഇനിയും കൂടാനാണ് സാധ്യത. അതുകൊണ്ട് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന നിലയിൽ ഇപ്പോൾ സ്വർണം വാങ്ങിയാൽ അത് ബുദ്ധിമോശമല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കുക, വെളിച്ചമുള്ളിടത്ത് നിഴലുമുണ്ടാകും. ജ്വല്ലറികളിൽ നിന്ന് നാം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ നാം അറിയാതെ പോകുന്ന ചില കൈപ്പേറിയ സത്യങ്ങളുണ്ട്. നമുക്ക് ആ സത്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സാധാരണ മലയാളി സ്വർണ്ണക്കടകളിൽ പോയി സ്വർണം വാങ്ങുമ്പോൾ അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല നടക്കുന്നത്, മറിച്ച് വലിയൊരു നഷ്ടത്തിന് തുടക്കമിടുകയാണ് അവിടെ. നിങ്ങൾ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെ യഥാർത്ഥ വില മാത്രമാണോ നൽകുന്നത്? തീർച്ചയായും അല്ല. ആഭരണം ഏതുമാകട്ടെ, നിങ്ങളത് വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെ യഥാർത്ഥ വിലയേക്കാൾ 10 മുതൽ 25% വരെ പണിക്കൂലിയായി നൽകേണ്ടി വരുന്നു. സ്വർണത്തെ ഒരു നിക്ഷേപമായി കാണുന്ന ഒരാൾക്ക് അത് വാങ്ങുന്ന നിമിഷം തന്നെ ഈ തുക നഷ്ടമാകുന്നു. അതായത് കടയിൽ നിന്ന് ഇറങ്ങുന്ന ആ നിമിഷം തന്നെ നിങ്ങളുടെ സ്വർണത്തിൻ്റെ മൂല്യം കുറഞ്ഞത് 10% ഇടിഞ്ഞു കഴിഞ്ഞു. ഇതെങ്ങനെ ലാഭമാകും? ഇവിടെയാണ് നിങ്ങൾ അസറ്റും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ലോക്കറിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഒരു ഡെഡ് അസറ്റാണ്. അത് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് പണമൊന്നും ഉണ്ടാക്കിത്തരുന്നില്ല. പകരം അത് മോഷ്ടിക്കപ്പെടുമോ എന്നുള്ള ഭയവും ലോക്കർ വാടകയും നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. കാലം മാറുകയാണ്. സ്വർണം വാങ്ങാൻ ഇനി ജ്വല്ലറികളിൽ ക്യൂ നിൽക്കണമെന്നില്ല. പണിക്കൂലിയും അത് സൂക്ഷിക്കാനുള്ള പേടിയുമില്ലാതെ അവർക്ക് മുന്നിൽ ഒരു വഴി തെളിയുന്നു. അതാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾക്ക് സ്വർണം കയ്യിൽ തൊടാൻ കിട്ടില്ല, പകരം ഗവൺമെൻറ് നൽകുന്ന ഒരു പേപ്പർ ലഭിക്കും. ഇതിൻ്റെ ഗുണമെന്താണെന്നോ? ഇതിന് പണിക്കൂലിയില്ല, GSTയുമില്ല. സ്വർണത്തിൻ്റെ വിലയിലുണ്ടാകുന്ന വർധനയ്ക്കൊപ്പം പ്രതിവർഷം 2.5% പലിശയും നിക്ഷേപകർക്ക് ലഭിക്കുന്നു. വ്യക്തികൾക്കൊരു സാമ്പത്തിക വർഷം 4 കിലോ സ്വർണം വരെ ഇങ്ങനെ വാങ്ങാൻ കഴിയും. 1 ഗ്രാം സ്വർണത്തിൽ കുറവ് വാങ്ങാൻ കഴിയില്ല. 8 വർഷം കഴിയുമ്പോൾ അന്നത്തെ സ്വർണ്ണവില എത്രയാണോ അത് നിങ്ങൾക്ക് കിട്ടും. ടാക്സ് പോലും കൊടുക്കേണ്ടി വരില്ല. മലയാളികളുടെ സ്വർണ്ണത്തോടുള്ള പ്രേമം വെറുമൊരു സാമ്പത്തിക ഇടപാടല്ല, അതൊരു വികാരമാണ്. ആ വികാരത്തെ മാറ്റണമെന്നല്ല ഞാൻ പറയുന്നത്. മകളുടെ വിവാഹത്തിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പേ ആഭരണങ്ങൾ വാങ്ങി ലോക്കറിൽ സൂക്ഷിക്കുന്ന ആ പഴയ രീതി, അത് നിങ്ങളുടെ പണത്തെ കൊല്ലുന്നതിന് തുല്യമാണ്. പകരം സോവറിൻ ഗോൾഡ് ബോണ്ടുകളിൽ നിക്ഷേപിക്കുക. കല്യാണ സമയത്ത് അത് വിറ്റ് അന്നത്തെ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങൾ വാങ്ങുക. അതല്ലേ ബുദ്ധി.
ഓർമ്മിക്കുക, സ്വർണം നിങ്ങളെ അലങ്കരിക്കാൻ മാത്രമുള്ളതാകരുത്. അത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ലാകണം. അക്ഷയമായി ഇരിക്കേണ്ടത് നിങ്ങളുടെ സ്വർണമല്ല, വിവേകമാണ്. ഇനി ചിന്തിക്കുക, നിങ്ങൾ വാങ്ങുന്നത് ആഭരണമാണോ ആസ്തിയാണോ? തീരുമാനം നിങ്ങളുടേതാണ്, നിങ്ങളുടെ മാത്രം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക.